ഏവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിലെ സലാലയിൽ റോഡ് അപകടത്തിൽ മരിച്ച സഹപ്രവർത്തകന്റെ ദീപ്തസ്മരണകൾ ഉയർത്തി മലയാളി യുവാവിന്റെ ഹൃദയത്തിൽ തൊടുന്ന കുറിപ്പ്. ഈ കുറിപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ആത്മസുഹൃത്തിന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറേണ്ടി വന്നത്. ദുബായിൽ IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഹൈദരാബാദ് സ്വദേശി ഗൗസുല്ല ഖാൻ, ഭാര്യ ഐഷ സിദ്ദിഖ്, മകൻ ഹംസ സിദ്ദിഖ് എന്നിവരാണ് ഈ മാസം 13-ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇവരുടെ മൃതദേഹങ്ങൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. സാരമായി പരിക്കേറ്റ മകൾ ഹാനിയ സിദ്ദിഖ് സലാല ആശുപത്രിയിൽ ഗുരുതരമായ നിലയിലാണ്. സലാലയിൽ അവധി ആഘോഷിച്ച് മടങ്ങുമ്പോൾ കുടുംബം സഞ്ചരിച്ച കാറ് എതിരെ വന്ന സ്വദേശിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗൗസുല്ല ഖാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ തൊട്ടടുത്തിരുന്ന ജോലി ചെയ്തിരുന്ന ആലപ്പുഴ ചെങ്ങന്നൂർ കൊല്ലക്കടവ് സ്വദേശി ഗീവർഗീസ് ഫിലിപ്പ് മനയിലാണ് യാത്രാമൊഴി പോലും പറയാതെ പോയ സുഹൃത്തിന്റെ വേർപാടിൽ വേദനിക്കുന്നത്. തന്നെ പോലെ ഓഫീസിലെ ഇതര സഹപ്രവർത്തകരും ഗൗസുല്ല ഖാന്റെ വിയോഗത്തിൽ ഏറെ ദുഃഖിതരാണെന്ന് ഗീവർഗീസ് ഫിലിപ്പ് പറഞ്ഞു. 4.5 വർഷം മുൻപാണ് ഗൗസുല്ല ഖാൻ തങ്ങളുടെ ഓഫീസിലേക്ക് ജോലിക്കായി എത്തിയത്. ഞങ്ങൾ ഇരുവരും അടുത്തടുത്തിരുന്നാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ ജോലി ചെയ്തിട്ട് 1 വർഷം ആകുന്നതേയുള്ളൂ. എന്നാൽ നമ്മൾ സൗഹൃദത്തിലാകാൻ ഏറെ നാളുകൾ വേണ്ടി വന്നില്ല. വളരെ സൗമ്യനും മുഖത്തെപ്പോഴും പുഞ്ചിരി സൂക്ഷിക്കുന്ന വ്യക്തിയുമായിരുന്നു ഗൗസുല്ല. അദ്ദേഹം ദീർഘദൂര യാത്രകളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര പോകുമായിരുന്നു. യാത്ര പുറപ്പെടുമ്പോഴും വന്നാൽ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വലിയ ആവേശവുമൊക്കെയായിരുന്നു. യാത്രകളിലെ സാഹസികതയെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ചെയ്യരുതെന്ന് വിലക്കുമായിരുന്നു. എന്നാൽ ഒരാഴ്ച അവധിയിലായതിനാൽ അവസാന യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഒടുവിൽ അവനും കുടുംബവും എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ പ്രിയപുത്രി മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളും കുഞ്ഞനേനും തന്നെ വിട്ടുപോയതറിയാതെ ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുന്ന പൊന്നുമോൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന, ഗീവർഗീസ് ഫിലിപ്പ് പറഞ്ഞു. ഗീവർഗീസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഗൗസുല്ല, ഇനിയൊരു ഓർമ്മ. 1 വർഷത്തിലേറെയായി ഓഫീസിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്ത ഹൈദരാബാദ്കാരനായ ഒരു കൊച്ചു പയ്യനെന്ന് തോന്നിക്കുന്ന യുവാവ്, വളരെ മാന്യനായ സഹപ്രവർത്തകൻ, ജോലി സ്ഥലത്ത് മറ്റുള്ളവരോട് എങ്ങനെ വളരെ മാന്യമായി പെരുമാറാമെന്ന് മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടിയിരുന്ന വ്യക്തിത്വം, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ ചെയ്യാനുള്ള ജോലികൾ കൃത്യതയോടെ ചെയ്ത മാതൃകയാക്കേണ്ട വ്യക്തിത്വം. ഒമാനിലെ സലാലയിൽ അവധി ദിനങ്ങൾ ആഘോഷിച്ച് തിരിച്ച് ദുബായിലേക്കുള്ള യാത്രാമധ്യേ ഈ വെള്ളിയാഴ്ച അതിരാവിലെയുണ്ടായ വാഹനാപകടത്തിൽ ഗൗസുല്ലയും ഭാര്യയും 9 മാസം മാത്രം പ്രായമുള്ള ഇളയ മകനും മരിച്ചു. 3 വയസ്സുള്ള മൂത്ത മകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും. ഞാൻ കുടുംബവുമൊത്ത് ഈ അടുത്ത് ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിയിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചോദിച്ചറിഞ്ഞ ഗൗസുല്ല, അദ്ദേഹത്തിന്റെ പൊടിക്കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി മുതിർന്നതിനു ശേഷം ഞാനും ചരിത്രമുറങ്ങുന്ന ആ നാടുകളിലേക്ക് യാത്ര പോകുമെന്ന് അറിയിച്ചിരുന്നു. ആ യാത്രകൾ ഇനി ഓഫീസിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കാൻ തുടങ്ങിയ അന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഓഫീസിലേക്ക് വരുമ്പോഴും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും അന്യോന്യം ആശംസകൾ അറിയിച്ചിരുന്നു. പ്രിയ സുഹൃത്തെ, നാളെ മുതൽ നിന്റെ കസേരയിൽ നീ കാണില്ലല്ലോ. ഗുഡ് മോർണിംഗും ഗുഡ് ബൈയും ആശംസകൾ പറയാനും കേൾക്കാനും നീ ഇല്ലല്ലോ. യാത്രകളെ സ്നേഹിച്ചു. യാത്രയിലൂടെ അവസാന യാത്രയിലേക്ക് യാത്രയായ പ്രിയ കൂട്ടുകാരാ, നിനക്ക് പ്രണാമം. 1 നിമിഷം കൊണ്ട് അപ്പനും അമ്മയും അനുജനും നഷ്ടപ്പെട്ടു തീർത്തും അനാഥയായി തീർന്ന ആ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്തു നോക്കൂ. അതും ഇപ്പോൾ മറ്റൊരു രാജ്യത്ത്. ബന്ധുക്കൾക്ക് പോലും മൃതദേഹങ്ങളുടെ കൂടെ പോകാനോ കുട്ടിയുടെ കൂടെ നിൽക്കണോ എന്നറിയാത്ത അവസ്ഥ. ആശുപത്രിയിൽ കിടക്കുന്ന ആ കുഞ്ഞ് അപകടനില തരണം ചെയ്തില്ലെങ്കിൽ എങ്ങനെ, ചെയ്താൽ എങ്ങനെ, ആർക്കും ഏതു സമയവും